ഹായ്, നമ്മുടെ അടുത്ത വീഡിയോ ഇൻവേഴ്സ് ട്രാൻസ്ഫോം യൂസിങ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സ് വെച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫോർമുലാസ് വേണം നമുക്ക്. നമ്മൾ പഠിച്ച ഫോർമുലാസ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ പഠിച്ച ഇൻറ്റഗ്രേഷൻ്റെ ഫോർമുലാസ് നേരെ ഇൻവേഴ്സിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ നോക്കാം. ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ദെൻ എൽ ഓഫ് ഇൻറ്റഗ്രൽ ഓവർ 0 to t എഫ് ഓഫ് യു ഡി യു ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു എഫ് ഓഫ് എസ്. നമ്മളിത് പഠിച്ചതാണ് അല്ലേ? നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പഠിച്ച ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇൻവേഴ്സ് കാണുന്നത്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എൽ ഇങ്ങോട്ട് പോകുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്മളിങ്ങനെയാണ്. ഇൻറ്റഗ്രൽ 0 to 2 എഫ് ഓഫ് യു ഡി യു. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നമ്മൾ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എഫ് ഓഫ് ടി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ടിയെ നമ്മൾ യുയിലോട്ട് ചേഞ്ച് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഇൻവേഴ്സ് കിട്ടും. ഇനി അടുത്ത നമ്മൾ പഠിച്ചൊരു ഫോർമുല, ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. ഡിവിഷൻ ബൈ ടിയിൽ ഇൻറ്റഗ്രേഷൻ ആണ് വന്നത്. ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് എസ് ഡി എസ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ബൈ ടി. അപ്പോൾ നമ്മൾ ഇത് എൽ ഇൻവേഴ്സ് ഓഫ് ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് ടി ബൈ ടി കിട്ടും. അവിടെ നമ്മൾ എഫ് ഓഫ് ടി നമ്മൾ ചെയ്യും. ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തതുപോലെ എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ദിസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇതാണ് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. പ്രോബ്ലം, ഫൈൻഡ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. സെക്കൻഡ് വൺ s/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ രണ്ട് ഫോർമുല എഴുതി. ആ രണ്ട് ഫോർമുലയും യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ രണ്ട് ക്വസ്റ്റ്യനും. ആദ്യം നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ ഫോം എങ്ങനെയാണ്? 1/s ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലം ഡിനോമിനേറ്ററിൽ എസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ എസ് ഇൻറ്റു ഓർ എസ് സ്ക്വയർ ഇൻറ്റു എസ് ക്യൂബ് ഇൻറ്റു, അപ്പോൾ എസ് റൈസ് ടു എൻ എന്ന ഫോമിൽ വരുന്ന പ്രോബ്ലംസ്. ഇവിടെ ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്. എസ് ഇൻറ്റു ഇതുപോലെ ഈ എസ് ഇങ്ങനെ വന്നാൽ, എസ്സോ അതിൻ്റെ ഹയർ ഓർഡേഴ്സോ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ഫോമിലയാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എസ് കിടക്കുന്നതുകൊണ്ട് ആ ഫോമിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഹിയർ ഫസ്റ്റ് വൺ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആദ്യം എഫ് ഓഫ് എസ് ഐഡൻറ്റിഫൈ ചെയ്യണം. 1/s ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന ഫോമാണ്. അപ്പോൾ ഇത് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ എസിനെ മാറ്റിയിട്ട് ബാക്കി വരുന്ന ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എസ് ആയിട്ട് സെലക്ട് ചെയ്യാം. So here f of s is equal to capital f of s is equal to 1/s square plus a square. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് നമുക്ക് കിട്ടി. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കിട്ടിയാൽ നമുക്ക് എന്താ വേണ്ടത്? എഫ് ഓഫ് ടിയിലോട്ട് പോകണം. എഫ് ഓഫ് ടിയിലോട്ട് പോകാൻ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടാൽ നമുക്ക് എഫ് ഓഫ് ടി കിട്ടും. നൗ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താ നമുക്കറിയാം? sin 80 ഡിവൈഡഡ് ബൈ എ ആണ്. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഇൻ ടി. സോ ദിസ് ഈസ് എഫ് ഓഫ് ടി. അപ്പോൾ ഇത് എഫ് ഓഫ് ടി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് വേണ്ടത്. നൗ എൽ ഇൻവേഴ്സ് ഓഫ് നമ്മുടെ ഫോർമുല എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എന്തുവരും? ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യു. ഇതാണ് നമ്മുടെ ഫോർമുല. സോ 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ആണ് നമ്മുടെ ഈ പ്രോബ്ലം. ദെയർഫോർ എൽ ഇൻവേഴ്സ് ഓഫ് എങ്ങനെ എഴുതാം? 1/s ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ എഫ് ഓഫ് ടി നമ്മുടെ കയ്യിലുണ്ട്. സോ ദിസ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനിൽ ടി അല്ല നമ്മൾ യു ആക്കുക. സോ എന്തുവരും? സൈൻ എ യു ഡിവൈഡഡ് ബൈ എ ഡി യു. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. 1/a നമ്മൾ പുറത്തെടുക്കുന്നു. സൈനിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് എ യു ബൈ എ ആണ് വിത്തിൻ ദ ലിമിറ്റ് 0 to t. ഈ എയും കൂടെ ഞാൻ പുറത്തെടുക്കുകയാണ് മൈനസോടുകൂടി. സോ മൈനസ് 1/a സ്ക്വയർ ഇൻറ്റു ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് ഈസ് കോസ് എ ടി അല്ലേ? കോസ് എ ടി യൂണിറ്റ് ടി കൊടുക്കുന്നു. മൈനസ് ലോവർ ലിമിറ്റ് എന്താ? 0 കൊടുക്കുമ്പോൾ 1. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ഇത് എസ് വരുന്ന പ്രോബ്ലം വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം അതിനകത്തുനിന്ന് എഫ് ഓഫ് എസ് സെലക്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? വി ഗെറ്റ് എഫ് ഓഫ് ടി. നൗ വി യൂസ് ദ ഫോർമുല എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി യു. ദിസ് എഫ് ഓഫ് യു is obtained from this f of t. We replace t by u. So sin a u by a du. Then simple integration.
So we get the answer minus 1 by a square into cos 80 minus 1. നമുക്ക് മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 by a square into 1 minus cos 80 എന്നും എഴുതാം. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രോബ്ലം ആയി. ഇനി സെക്കൻഡ് പ്രോബ്ലം ചെയ്യുന്നത് സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ അത് തന്നെയാണ് എഫ് ഓഫ് എസ്. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഹിയർ സെക്കൻഡ് വൺ ഗിവൺ അല്ലെങ്കിൽ ഹിയർ f of s, capital F of s is equal to s by s square plus a square the whole square. Now ഇവിടെ നമ്മൾ ചെയ്യുന്നത് L of f of t by t ഫോർമുലയാണ് ഇനി ഇവിടെ എഴുതേണ്ടത് നമ്മൾ. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് എസ് എന്ന് എടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് now we have L of f of t divided by t, ഡിവിഷൻ ഫോർമുല, ഡിവിഷൻ ബൈ t ഫോർമുല നമ്മൾ എഴുതി ഈക്വൽ ടു നമുക്കറിയാം ഇൻ്റഗ്രൽ s ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഡി എസ് ആണ്. നമ്മുടെ ലക്ഷ്യം എഫ് ഓഫ് ടിയിലോട്ട് എത്തുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഇത് എഴുതിയത്. ഇവിടെ നിന്നാണ് നമ്മൾ എഫ് ഓഫ് ടി കണ്ടുപിടിക്കുന്നത്. സോ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ദിസ് ഫംഗ്ഷൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡി എസ്. ഓക്കെ, so this is equal to s by s square plus a square the whole square integrate ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ട? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി സബ്സ്റ്റിറ്റ്യൂട്ട് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പുട്ട് എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാം അല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2s ds ഈസ് ഈക്വൽ ടു ഡി ടി. ആ ന്യൂമറേറ്റർ ഈസ് എസ് ഡി എസ്. സോ എസ് ഡി എസ് ഈസ് ഈക്വൽ ടു ഡി ടി ബൈ 2. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ലിമിറ്റ് ഞാൻ കൊടുക്കാണ്ട് ടീയിൽ ചെയ്തതിന് ശേഷം എസിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സോ ദിസ് ഈസ് ഇൻറ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എസ് ഡി എസ് ഈസ് ഡി ടി ബൈ 2. എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ടി. സോ ദിസ് ഈസ് 2t സ്ക്വയർ. സോ 1 by 2 is a constant. 1 by 2 into integral s to infinity 1 by t square dt. What is the integral of 1 by t square? 1 by t square ൻ്റെ integral minus 1 by t ആണ് അല്ലേ? നമുക്കറിയാവുന്നത്. സോ മൈനസ് 1 by t വിത്തിൻ ദ ലിമിറ്റ്സ് s to infinity. ഇനി നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ടിയെ മാറ്റി ഇതിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. ബിക്കോസ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ടിക്ക് വേണ്ടി ലിമിറ്റ് ചേഞ്ച് ചെയ്തില്ല. ടിക്ക് ലിമിറ്റ് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ടിയിൽ ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാവൂ. അത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പുറത്തെടുക്കാം. മൈനസ് 1 by 2 ഇൻറ്റു 1 by s square plus a square ചേഞ്ച് ചെയ്തു വിത്തിൻ ദ ലിമിറ്റ്സ് എസ് ടു ഇൻഫിനിറ്റി. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1 by 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് 0. 1 by ഇൻഫിനിറ്റി, 1 by എസിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി ഈസ് 0. സോ 0 മൈനസ് ലോവർ ലിമിറ്റ് ഈസ് എസ്. എസ് ഈസ് ഗിവൺ ടു ദിസ് എസ്. സോ ചേഞ്ച് ഇല്ല. 1 by എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. So this is equal to minus a positive I 1 by 2 into s square plus a square. ഇങ്ങനെ കിട്ടി. ഇത് L of f of t by t ആണ്. Therefore, what is f of t by t? f of t by t is L inverse of this function. അപ്പോൾ നമുക്ക് അടുത്തത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. Now L inverse of, that is now f of t by t is equal to L inverse of this one 1 by 2 into s square plus a square. So this is equal to 1 by 2 is a constant. 1 by 2 into L inverse of 1 by s square plus a square. 1 by s square plus a square ൻ്റെ ഇൻവേഴ്സ് എന്താ അറിയാം നമുക്ക്? sin a t by a ആണ് അല്ലേ? sin a t by a. Therefore what is f of t? f of t is equal to t നമ്മൾ ന്യൂമറേറ്ററിലോട്ട് പോവും. t sin a t divided by 2a. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം, ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ഈ ഫോർമുല വെച്ച് ചെയ്യുന്നു. ഡിനോമിനേറ്ററിൽ എസ് വരുന്ന പ്രോബ്ലം നമ്മൾ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്തു. അപ്പോൾ 2 ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. Next question, find the inverse Laplace transform of 1 by s square into s square plus a square. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം പോലെ 1 by s square into s square എന്ന് പറയുമ്പോൾ 1 by s into s square plus a square ആയിരുന്നു ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഒരു തവണ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തു. s square വരുമ്പോൾ 2 times നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ആദ്യം നമ്മൾ f of s കണ്ടുപിടിക്കുന്നു. വാട്ട് ഈസ് f of s? നമുക്കെല്ലാം അറിയാം f of s is 1 by s square plus a square. ആ എസിൻ്റെ ടേം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ f of s
എന്ന് പറഞ്ഞു. ഹിയർ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു 1/s² പ്ലസ് a² ആണ്. നമ്മളിതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. നൗ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് a², ദാറ്റ് ഈസ് sin at/a. ഇതെല്ലാം നമ്മൾ തൊട്ട് മുന്നേയുള്ള പ്രോബ്ലത്തിൽ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, സെയിം ഫംഗ്ഷൻ ആയിരുന്നു എഫ് ഓഫ് ടി. നൗ എന്താ വേണ്ടത് നമുക്ക്? എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എഫ് ഓഫ് എസ്. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ 1/s² ചെയ്യാൻ പറ്റത്തില്ല. 1/s ചെയ്തിട്ട് പിന്നെ 1/s² ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം 2 ടൈംസ് ഇൻറ്റഗ്രേഷൻ ഉണ്ട്. നൗ എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇൻറ്റു എഫ് ഓഫ് എസ് is equal to integral 0 to t f of u du. So this is equal to integral 0 to t f of u is sin au by a du. Okay, this is equal to 1/a into sin au ന്റെ integral minus cos au by a within the limits 0 to t. So this is equal to minus 1/a² into upper limit is cos at, upper limit കൊടുക്കുമ്പോൾ cos at മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ cos 0 becomes 1 ആണല്ലോ. അപ്പോൾ നമുക്കിനി ഒരു തവണയും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുണ്ട്. 1/s² ആണ് നമുക്ക് വേണ്ടത് അല്ലേ? 1/s² ഇൻറ്റു ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിനെ ഞാൻ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. 1 മൈനസ് കോസ് hat ഡിവൈഡഡ് ബൈ a² എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത ഒരു തവണയും കൂടെ 1/s ഇൻറ്റു ഒരു പ്രാവശ്യം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഗിവൺ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം അത്. നൗ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു a² പ്ലസ് a² ഈസ് ഈക്വൽ ടു, ഒരിക്കൽ കൂടെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്, ഇൻറ്റഗ്രൽ 0 ടു t ഈ കിട്ടിയ ഫംഗ്ഷനെ 1 മൈനസ് കോസ് HAU അല്ലേ, കോസ് HAU ഡിവൈഡഡ് ബൈ, സോറി കോസ് H അല്ല, വൺ മൈനസ് കോസ് AT ആണ്. 1 മൈനസ് കോസ് HAT അല്ല, കോസ് AT. സോ എന്താ പറയുക ഇവിടെ? ഇൻറ്റഗ്രൽ 0 ടു t 1 മൈനസ് കോസ് AU ഡിവൈഡഡ് ബൈ a² du ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് നമ്മൾ t മാറ്റി u ആക്കുന്നു. So this is equal to 1/a² is a constant taking outside, integrating we get integral of 1 is t അല്ല സോറി u അല്ലേ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യുവിനാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, u മൈനസ് കോസ് AUവിൻ്റെ ഇൻറ്റഗ്രൽ, കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ ആണ്, സോ മൈനസ് സൈൻ AU ഡിവൈഡഡ് ബൈ a within the limits 0 to t. Now applying the limits we get 1/a² into upper limit is t, so t minus this becomes sin AT divided by a. Lower limit എന്താ? lower limit 0 ആണ്. 0 അപ്ലൈ ചെയ്യുമ്പോൾ these two terms become 0. So only upper limit. So this is the answer, 1/a² into t minus sin AT by a. അപ്പോൾ ഇവിടെ 2 ടൈംസ് ഫോർമുല അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. കഴിഞ്ഞതിലെല്ലാം ഒരു തവണയായിരുന്നു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒരു തവണയും കൂടെ ഇവിടെ ചെയ്തു. കുറച്ചുകൂടെ ലെങ്തിയാണ്, പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s ഇൻറ്റു s പ്ലസ് 1 ദ ഹോൾ ക്യൂബ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എഫ് ഓഫ് എസ് എന്താണ്? 1/s പ്ലസ് 1 ദ ഹോൾ ക്യൂബ് ആണ്. ഹിയർ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s പ്ലസ് 1 ദി ഹോൾ ക്യൂബ്. നമുക്ക് എന്താ വേണ്ടത്? ഇൻവേഴ്സ് അല്ലേ. നൗ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1 ദി ഹോൾ ക്യൂബ്. This is equal to s plus 1 the whole cube. s plus 1 ബ്രാക്കറ്റിൽ വന്നിരിക്കുകയാണ്, പവർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. എന്താണ് ഇവിടെ? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ ഇങ്ങനെ വരുന്നത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഇൻവേഴ്സിൻ്റെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ എസ് പ്ലസ് 1നെ നമ്മൾ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്ത് പുറത്തോട്ടെടുക്കുന്നത്? എസ് പ്ലസ് 1 വരുമ്പോൾ e⁻t അല്ലേ, എസ് പ്ലസ് 1 e⁻t വരുമ്പോൾ നമ്മൾ എസ് പ്ലസ് 1ലോട്ടാണ് മാറ്റുന്നത്. സോ എസ് പ്ലസ് 1 വരുമ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് e⁻t ആണ്. അപ്പോൾ നമ്മൾ e⁻t ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ്, അപ്പോൾ ഈ 1 അങ്ങ് പോയി, ബാക്കിയുള്ളത് 1/s³. ഓക്കെ, ഇനി 1/s³ ഇൻവേഴ്സ് നമുക്കറിയാം, e⁻t ഇൻറ്റു വാട്ട് ഈസ് 1/s³, ദാറ്റ് ഈസ് t⁻, എന്താ പറയുക? 1/s³ എന്ന് പറയുമ്പോൾ 1/s⁻n+1ൻ്റെ ഇൻവേഴ്സ് ആണ്, ദാറ്റ് ഈസ്
t⁻n/n ഫാക്ടോറിയൽ. അപ്പോൾ ഇത് n+1 ആണ്, 3n+1 ആണ്. അപ്പോൾ എന്ത് വരും? t²/2 ഫാക്ടോറിയൽ എന്നാണ് വരുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ t⁻t × t²/2 f ഓഫ് t കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഫോർമുലയിലോട്ട് പോവാണ്. നൗ L ഇൻവേഴ്സ് ഓഫ് 1/s × s+1 the whole cube is equal to എന്താ പറയുക? ഇൻ്റഗ്രൽ 0 to t e⁻u² du/2. അപ്പോൾ t²നെ ഞാൻ ആദ്യം എഴുതുന്നു u² e⁻u du ഡിവൈഡഡ് ബൈ 2നെ പുറത്തെഴുതി 1/2. അപ്പോൾ ഇതിനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏത് ഫോർമുല യൂസ് ചെയ്യും? നമ്മൾ ബെർണോളീസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ പോളിനോമിയൽ ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും വരുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. ഫോറിയർ സീരീസിൽ നമ്മൾ ഒത്തിരി പ്രോബ്ലം ചെയ്തു. അപ്പോൾ ആ ഫോർമുല നമ്മൾ യൂസ് ചെയ്യാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ u² ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e⁻u/-1. അടുത്ത സൈൻ എന്താ? മൈനസ് ആണ്. ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു 2u ഇൻറ്റു സെക്കൻഡിൻ്റെ ഇൻ്റഗ്രൽ e⁻u ഡിവൈഡഡ് ബൈ -1. ഇവിടെ -1 ഉണ്ട്, അപ്പോൾ അത് +1 ആയി അല്ലേ? 1. നെക്സ്റ്റ് സൈൻ ഈസ് പ്ലസ്. ഡെറിവേറ്റീവ് ഓഫ് ദിസ് 2u ഈസ് 2. ഇൻ്റഗ്രൽ ഓഫ് e⁻u ഈസ് e⁻u ഡിവൈഡഡ് ബൈ -1. ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 0 ആണ് വരുന്നത്. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം 0 to t. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് t കൊടുക്കുമ്പോൾ -t² e⁻t അല്ലേ? ഈ രണ്ട് മൈനസും കൂടെ പ്ലസ് ആയി, +2t ഇൻറ്റു e⁻t. ലാസ്റ്റ് ടേം -2 ഇൻറ്റു e⁻t. നെക്സ്റ്റ് എന്താ? ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ u ഉണ്ട് 0, ഇവിടെയും u ഉണ്ട് 0. ഇവിടെ എന്താ വരിക? 2 ഇൻറ്റു e⁻0 ബിക്കംസ് 1. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ലോവർ ലിമിറ്റിൻ്റെ മൈനസും കൊടുത്ത് പ്ലസ് ആയി. സോ +2. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, നമുക്ക് നോക്കാം, 2 ഈസ് എ കോൺസ്റ്റൻറ്റ്, 2 പ്ലസ് നോക്കിക്കേ ബാക്കി എല്ലാ ടേംസിലും e⁻t ഉണ്ട്. അതുകൊണ്ട് ഞാൻ e⁻t വെളിയിലെടുത്തു. എന്തൊക്കെ വരുന്നുണ്ട് ഇവിടെ? പോസിറ്റീവ് ടേം ആദ്യം എഴുതുകയാണ് ഞാൻ. 2t എന്താ? -t², ദിസ് വൺ -2 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് t² -2t +2 അങ്ങനെ വേണമെങ്കിൽ എഴുതാം. സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, താങ്ക് യു.